ഹരിയോം സ്വാമി. സർജൻ, ഇപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കിയിട്ട് കൂടുതലൊന്നും കിട്ടിയില്ല. ഈ ഇൻപുട്സും മറ്റേ അതിന്റെ നേച്ചറും ഒക്കെ ആണോ കിട്ടിയത്? വേറെ വല്ലതും എക്സ്ട്രാ കിട്ടിയായിരുന്നു? ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി സൈബർനെറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. അപ്പം സൈബർനെറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അപ്പം അതിന്റെ ഒരു ഏറെയാണ്, രണ്ടും സെയിം തന്നെയാണ്. ഇദ്ദേഹം സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മള് ഒരു ഡേറ്റ ഫീഡ് ചെയ്തു, അതിനെ പ്രോസസ് ചെയ്തു, അതിനൊരു അതിന് തന്നെ ലോജിക്കൽ ഔട്ട്പുട്ട് കൊണ്ടുവരുവാണ് സൈബർനെറ്റിക്സ്. അപ്പം ഇതിന്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഈസ് ഈക്വൽ ടു മാൻ ഓർ അനിമൽ ആസ് ഇറ്റ് ഇസ് റിലേറ്റിംഗ് ടു മാറ്റർ. അപ്പം അതേ കണക്ക് തന്നെയാണ്, ആ സെയിം പെയിനും തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്ന് വരുന്നത്. ഇപ്പൊ റോബോട്ടിക്സ് ആയാലും, when a robot is performing a surgery, and we have a domain wherein in a future point of time you don't need lawyers to argue a case. It can be programmed, all the decisions can be put together, this thing, the facts can be put into it, and you would have a judge sitting there who's also programmed. All these things would be into him. He can put the logical thinking into that. That is the world of the cybernetics, or the world of artificial intelligence we are trying to make. But having said that, who's creating it? And who's the creator of that creator? That should not be forgotten. അതാണ്. അപ്പൊ അവിടാണ് ഈ വേരിയേഷൻസും എന്താണ് that realm of all the probabilities, or that what you call that the the inputting, the inputs, the outputs, and the machine and the creator, ഇതെല്ലാം ഒരു ഓക്കെ അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളത് പോലെ ഇറ്റ് ഇസ് ഓൺ എ ഹൊറിസോണ്ടൽ ലെവൽ എന്ന് വിചാരിക്കാം. ഇത് പറയുന്ന ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആ വെർട്ടിക്കൽ ലൈഫ് സൈഡിലോട്ട്, ലോജിക്കൽ പാരാമീറ്റർ എന്നുള്ള രീതിയിൽ, ഓർ ദറ്റ് വെർട്ടിക്കൽ ആക്സസ് എന്നുള്ള രീതിയിൽ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു രീതിയിൽ അതാണ് ഉള്ളത്. കാരണം ലോജിക്കൽ പാരാമീറ്റേഴ്സ് കോമൺ ടു സൈബർനെറ്റിക്സ് എന്ന് കഴിഞ്ഞുള്ള അപ്പൊ പിന്നെ തെർമോഡൈനമിക്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. തെർമോഡൈനമിക്സിൽ എൻട്രോപ്പിയുടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു. അപ്പൊ അല്ലേ, in thermodynamics there's a factor called the entropy. അതായത് the heat of a system and the heat absorbed or divided by the change in the temperature. അങ്ങനെ അതിന്റെ ഒരു entropy is a parameter which measures the extent of the disorder. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെ മാൻകൈൻഡ് ഇൻസ്ട്രുമെന്റലായിട്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യം ക്രിയേറ്റ് ചെയ്ത് വരുമ്പം ഇതിനകത്ത് പിന്നെ പല ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഡിസോർഡേഴ്സ് അതർവൈസ് ഓൾസോ ഇൻ എക്സിസ്റ്റൻസ് ഓൾസോ ഇഫ് ദർ ഇസ് ഡിസോർഡർ, ആ ഡിസോർഡർ കുറച്ചുകൂടെ ഓർഡർ വരണമെങ്കിൽ അതും അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ എടുത്താൽ ദാറ്റ് man on one side and the disorder the other side, അങ്ങനെ എടുത്താൽ ലൈക്ക് മാൻ ആൻഡ് മെഷീൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ എടുക്കുമ്പോഴും ആ ഡിസോർഡർ കുറയണമെങ്കിൽ ഈ വെർട്ടിക്കൽ ഫാക്ടർ വേണം അവിടെ. ജസ്റ്റ് ആസ് ഇൻ ദ മാൻ ആൻഡ് മെഷീനിൽ അവിടെയും ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒന്ന് വേണം എന്ന് പറയുന്നത്, ലോജിക്കൽ പാരാമീറ്റർ വേണം. റിമെമ്പറിങ് ആസ് ഈക്വൽ ടു ദ ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ ഓഫ് മെഷീൻ. അങ്ങനെ ആ ഒരു തലത്തിൽ ചിന്തിക്കല്ല, ആ ഒരു തലത്തിൽ ആ പെർസെപ്ഷൻ വേണ്ടിയതാണ്, ആ അവയർനെസ് വേണ്ടിയതാണ്, അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. എന്നിട്ട്
പിന്നെ അതിനെ സംബന്ധിച്ചാണ് ഈ ഡെസ്കാർട്ടസ് പറയുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് ഇറ്റ് വാസ് ഡെസ്കാർട്ടസ് ഹു കമ്പയർഡ് മാൻ ടു എ മെഷീൻ. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? ആ മാനിനെ ഒരു മെഷീനായിട്ട് എടുക്കുമ്പം, അതായത് ഇതിന്റെ എക്സാമ്പിൾ പറയുന്ന ഒരു ആ കൈമുട്ട് അല്ലെങ്കിൽ കൈയിന്റെ കുഴ ഇതിങ്ങനെ തിരിയുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ടു പിക്കപ്പ് ഐറ്റംസ് ഓർ ടു ലിഫ്റ്റ് ഓർ ടു ലോവർ അങ്ങനെ ചെയ്യുമ്പം അതൊരു മെഷീൻ പോലെയാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം ഇറ്റ് വിൽ ബി ലൈക്ക് എ മെഷീൻ. ആൻഡ് ഇഫ് യു കൺസിഡർ ഇറ്റ് എ മെഷീൻ, ആ മെഷീനായിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ മനുഷ്യനിൽ എന്താണുള്ളത്? യു ഹാവ് ദറ്റ് ഇറ്റ്സ് ഓൺ മൈൻഡ്. The body can be, at first sight, such a dualistic attitude of separating man's body as a machine. മെഷീനായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രം ഹിസ് ഓൺ മൈൻഡ് സെപ്പറേറ്റ് ചെയ്യാണ്. അങ്ങനെ മെഷീനായിട്ട് എടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് എ മൈൻഡ്, separating the body as a machine from his own mind, could be thought of as a failure on the part of philosophy. എന്ന് പറഞ്ഞാൽ ഈ മെഷീനിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പം അതിന് ആ ഒരു കാര്യത്തിൽ ആ മൈൻഡിന്റെ കാര്യം അവിടെ ഇസ് നോട്ട് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ. അങ്ങനെ ഒരു തോട്ട്. There are even persons who seriously think that Descartes was himself open to discharge of dualism. Dualistic attitude എന്ന് പറയുന്നത് മെഷീനിന് എന്തോ ഇല്ല, ബോഡി ആൻഡ് മൈൻഡ് എന്നുള്ളത്. ഇറ്റ് ഹാസ് ഓൺലി ബോഡി, മറ്റേതിന് ബോഡി ആൻഡ് മൈൻഡ് ഉണ്ട്. ഇഫ് യു കൺസിഡർ ദ വാട്ട് യു കോൾ ദാറ്റ് man and the machine. Man has the mind, but this machine does not have the mind. But of course, if it's a pure machine, just like that, അതിനകത്ത് ഫീഡിംഗ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ it will be like that. അപ്പോൾ the participation of body and mind is the one basic problem that every philosopher is called upon to explain. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുമ്പം അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഡെസ്കാർട്ടസിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാർട്ടീസിയൻ കോറിലേറ്റ്സ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെയും ഈ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെഷീനിന്റെ ആ മെഷീനും ആ മാനും ആ ലെവലിൽ നിൽക്കുമ്പം ആ ഹോറിസോണ്ടൽ പാർട്ടിസിപ്പേഷൻ ആയിട്ട് എടുത്താൽ ആ ഒരു വെർട്ടിക്കോ പാർട്ടിസിപ്പേഷനൂടെ അവിടെ ഉണ്ടാവണം. അപ്പൊ ഇവിടെ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ആർട്ടിക്കുലേറ്റ് ആമിന്റെ പോലെ ഉള്ള ഒരു സാധനം എന്നുള്ള രീതിയിൽ അതൊരു മെഷീനായിട്ട് എടുത്താൽ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. The machine is merely as an analog, and the charge of dualism cannot justly be attributed to him. അപ്പൊ അദ്ദേഹം ഡ്യുവലിസ്റ്റിക് ആയിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിനകത്ത് ആ സ്ട്രക്ചറലായിട്ട് എടുക്കുമ്പോഴും ആ മെഷീനും മനുഷ്യനെയും പിന്നെ ഒരേ ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എപ്പോഴാണ് ആ ലോജിക്കൽ പാരാമീറ്റർ ഉണ്ടെങ്കിലേ, അതായത് ആ വെർട്ടിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് നടക്കുന്നത്. അതിനെയും ആ ഡ്യുവലിസം ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതായത് മെഷീനും മാനും കോറിലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ആ ഒരു പോയിന്റിലെത്തണം. കോറിലേറ്റ് പറഞ്ഞാൽ രണ്ട് പൊസിഷനിലായിരിക്കാം അവർ നിൽക്കുന്നത്, പക്ഷെ അവർ രണ്ടും എന്താ ചെയ്യുന്നത്? ഒരേ ഒരു they might be counterparts like, but they do the same functioning എന്നുള്ള രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ആ ലെവലില് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് ട്രാൻസെൻഡന്റൽ ലെവലിലെല്ലാം അങ്ങനെ പോയാലേ അത് നടക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ പറയുമ്പം ഇവിടെ പിന്നെ പറയുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചുകൂടി ഉയർന്നു പോകുന്നുണ്ട്. ഇതേ പോയിന്റ് തന്നെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തു പോകുന്നുണ്ട്.
ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ. The soundness of the Cartesian analogy can be seen from what he wrote. Analogy എങ്ങനെയാണോ അറിയില്ല. The sound of the Cartesian analogy can be seen from what he wrote. അതായത് ഒരു ഒരു ഫൗണ്ടനെ നമ്മൾ കണ്ടാൽ, അതായത് ചിലപ്പം ഈ ഗുഹ പോലുള്ളത്, ഗ്രോട്ടോസ് എന്ന് പറയുന്ന ചെറിയ ഗുഹ പോലുള്ളതിൽ വെള്ളം ഇങ്ങനെ സ്പ്രിംഗ് പോലെ ഇങ്ങനെ ഫൗണ്ടൻ പോലുള്ളത്, പൊതുവെ ഫൗണ്ടൻസ് എന്ന് പറയാം. വെള്ളച്ചാട്ടം നമ്മൾ ഗാർഡനൊക്കെ കാണുമ്പം ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതിങ്ങനെ ചലിച്ചുകൊണ്ട് വെള്ളത്തിനെ സ്പ്രേ ചെയ്യുകയാണ്. ആൻഡ് പിന്നെ ആ വെള്ളം പോകുന്ന ആ ഫോഴ്സിലാണ് ഇത് കറങ്ങുന്നത്. ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ എങ്ങനെ അത് ഇജക്ട് ചെയ്ത് വരുന്നത്, ആ ഫോഴ്സ് അനുസരിച്ച് ഇത് കറങ്ങുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറപ്പെടേണ്ടതാണെങ്കിൽ അതനുസരിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് പിന്നെ ആ മെഷീനിനെ ഒരു ബോഡിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ that you can consider that the machine, that its motion, that as it is moving around, that machine's motion is according to the various tubes that convey the water. അപ്പോൾ ആ വാട്ടറിന്റെ ട്യൂബ്സ് നമുക്ക് ശരീരം ബോഡിയുടെ ഇതുമായിട്ട് എന്താ കമ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റും? The nerves of the machine, അത് മാനിന്റെ ആ ബോഡിയുടെ nerves പോലെയാണ്. We may compare the nerves of the machine, which I am describing with the tubes of the machine of these fountains, the muscles and the tendons with other engines and springs which move the machine, and the animal spirits, the source of which is the heart, and of which the cavities of the brain are the reservoirs with the water which sets them in motion. അപ്പോൾ ഒരു പിന്നെ ഈ മെഷീൻ, ദിസ് എൻറ്റയർ സിസ്റ്റം ഇങ്ങനെ എടുക്കുമ്പം ഒരു മാനിന്റെ ഒരു ബോഡി ആയിട്ടുള്ള ആ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. Moreover, breathing and similar acts which are natural and usual to the machine and depend on the flow of the spirits are like the movement of a water clock or mill, which ordinary flows of water keep continually in motion. Essentially, what he is trying to explain in cybernetics, okay, it was in the period of 70s and all, 60s and 70s. So the evolution of computers was coming into in the domain. So that is why he was referring to the inputs factors, the processing and the output. Having said that, as we were telling earlier, now to what extent or what sphere that the humanity has come into. Humanity has come into a sphere wherein the man and the machine, to what extent could be differentiated in its functionality, rather than doing a mechanistic or point of function, or taken as a holistic function wherein his intellectual or intuitive point also come into being. Having said intuitive is a more a part of intellect wherein the one finite possibility comes into the sphere. That is what he might have been intended by the thin line or the frame which is attributed. So when the world of artificial intelligence come into being, it is a mind that is there in a human existence or animal existence, whatever it may be, that is able to perceive this thing, and he is able to articulate based on his memories,
thinking and everything. That's what distinguishes. When the same thing is now being developed, when a robot, so that is why we have human robots now who can see very give you answers or interpret things unimaginable in the past from the part of a robot. So almost the same plane this artificial intelligence has made. അപ്പം എന്താണ് അവർക്ക് വരുന്നത്? അപ്പൊ അത് വരുമ്പോഴത്തേക്ക് now whether they can have that pain, that pleasure. Pain and pleasure, and not only that, also that whether that advanced feeling, way the of so-called thinking, emotions. Upon to what extent the other, when the other says that ഈ possibilities നമുക്ക് പറ്റുമെന്നും, that's what he may be trying to explain. കാരണം ഒരു ഡിഫറൻഷിയേഷൻ അതിൻ്റെ അകത്ത് മാനും മെഷീനും തമ്മിൽ തന്നെ വരുത്തേണ്ടതുണ്ടോ എന്നാണോ ചോദിക്കുന്നത്. വെൻ ഒരു ഇൻഫിനിറ്റ് പ്രോബബിലിറ്റീസിനെ കൊണ്ട് പോസിബിലിറ്റീസിലേക്ക് വന്നു. ആ പോസിബിലിറ്റീസിൽ ഒറ്റ ഒരു പോസിബിലിറ്റി വരുന്നതാണ് ട്രൂത്ത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല, എന്താണ് അദ്ദേഹം അങ്ങനെ ഒരു വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മാനും മെഷീനും ഒന്നാണ്, അതിന് വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ അത് ഇപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞ സമയം പറഞ്ഞതിലെല്ലാം ഓരോന്ന് പറഞ്ഞു. ഇത് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, മസിൽസ്, ടെൻഡൻസ് എല്ലാം നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ഈവൻ ദ ബ്രത്ത് the author is mentioning. But just imagine, ആ പ്രാണനാണ് എല്ലാത്തിൻ്റെയും സാക്ഷി, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ബീയിങ് എന്നാണ് പറയുന്നത്. ആ പ്രാണന്റെ ഉയർച്ച താഴ്ച അനുസരിച്ച്, അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മളുടെ ആ ഒരു പ്ലെയിൻ ഓർ ഡൊമെയിൻ ഓഫ് ദ എക്സിസ്റ്റൻസ് ക്യാൻ ചേഞ്ച്. യുവർ ലൈഫ് ക്യാൻ ചേഞ്ച്. യു ക്യാൻ ബി ഇൻ എ ഡോമൻ സ്റ്റേജ് ആ പ്രാണന്റെ ഇതനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും ഒരു സ്ഫിയറിലേക്ക് സയൻസിന് എത്താൻ പറ്റുമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ലെവലിൽ എത്തുമെന്ന് അങ്ങനെ എത്തിയിട്ടില്ല. ആ ബ്രീതിങ് വരെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലോ ഓഫ് ദിസ്. അല്ല അങ്ങനെ ആ ഒരു പോയിന്റ് കൂടെ എനിക്കത് മനസ്സിലായില്ല. നമ്മൾ അത്രയും വാട്ട് ഡസ് ഹി ഇന്റൻഡ് ബൈ ദാറ്റ്? ഈ പറയുന്ന ഒരു ഈ മാനും അല്ലെങ്കിൽ ഡെസ്കാർട്ടസ് പറയുകയാണ്, there is a mind, there is a machine, അല്ലേ? That's what he's saying. There is a body and the mind. Body and the mind. അപ്പം ഈ മൈൻഡ് എന്ന് പറയുന്ന is it something which can merely manipulate the data that has been fed according to the the way in which it has been tuned, or it is able to have a free will of its own? And the free will ഉണ്ടാവുമോന്ന് അതില് ആ ലാസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഉണ്ടാവാം. പക്ഷെ ആ ഫ്രീ വില്ലെന്ന് പറയുന്നത് എത്രമാത്രം ഈ ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ, ഐ വാസ് സേയിങ് ഇപ്പൊ പ്ലെയിനിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മൈൻഡിന്റെ ഹൈലി മെറ്റാഫിസിക്കിൽ പോയി, അതൊന്നും പോണ്ട. അതിന്റെ താഴേക്ക് വന്ന ഹ്യൂമൻ പെർസെപ്ഷന്റെ തന്നെ ലെവലിൽ വന്നു കഴിഞ്ഞാല് പെർസെപ്ഷൻ ലെവലിൽ തന്നെ അത് നിൽക്കുമോ ഇന്നത്തെ ഒരു സയന്റിഫിക് ഡൊമൈനിൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ? അപ്പം ആണോ കാണിക്കുന്നത്, അതോ ഇത് എങ്ങനെ ഏകീകരിക്കാൻ പറ്റും? ഇതിനകത്ത് കുറച്ച് ആ ക്ലാരിറ്റി ഇതുവരെ പക്ഷെ അതിലോട്ട് പോകണമെന്നാണ്. നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇദ്ദേഹം ഭയങ്കര ഹൈപ്പർ ടെക്നിക്കലായിട്ട് ഇങ്ങനെ പോവാണ്, ബിയോണ്ട് ഓർഡിനറി മാൻസ് പെർസെപ്ഷൻ.
അദ്ദേഹത്തിന്റെ ആ ഒരു ഹൈ ലെവൽ ഓഫ് തിങ്കിങ്ങും ഓരോന്നും പക്ഷെ അത് പെർസീവ് ചെയ്ത് കിട്ടുന്നില്ല. ഇതിനകത്ത് ഈ പോയിന്റ് എന്താണ്, ദാറ്റ് ഇസ് Bergson himself as an instrumentalist naturally treats man and machine as belonging together as counterparts. This is revealed in the last sentence of one of his most interesting works dealing with morality and religion, which reads, "There's the responsibility then for deciding if they want merely to live or intend to make just the extra effort required for filling even on their refractory planet." Refractory planet, refractory എന്ന് പറയുമ്പം uncontrollable, unmanageable planet, the essential functions of the universe, which is a machine for the making of gods. അതിന് നമുക്കൊന്ന് live or intend to make the that also, from that point also, not getting. To associate man with the machine is not a new departure in philosophical thinking. Pascal even points out how a mechanical automation representing a monkey can have an equal status with any living monkey in all matters. Avadana. In all matters except those of volition and memory. അവിടെ ആ പോയിന്റ് വരുന്നത് എന്ന് പറയുന്നത്, ആ പാസ്കൽ പറഞ്ഞ പോയിന്റ് മെക്കാനിക്കൽ ഓട്ടോമേഷൻ നടത്തിയിട്ട് മങ്കി അല്ല, മനുഷ്യനായാലും മാനിന്റെ ഒരു റോബോട്ട്, പാർട്ടായിട്ടുള്ള ഒരു റോബോട്ട്, ഒരു മെഷീൻ ഉണ്ടാക്കി. അത് ഓക്കെ. അപ്പൊ അവിടെ ആ ഇത് പറയുന്ന ആ വോളിഷനും മെമ്മറി, ആ ഫ്രീ വില്ലും, അതിന്റെ മെമ്മറിയൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മെമ്മറിയൊക്കെ നമുക്ക് ഇദ്ദേഹം ഇപ്പൊ പറയുന്ന പിന്നെ ഫർദർ ഹ്യൂമൻ മെമ്മറിയും കമ്പ്യൂട്ടറിന്റെ മെമ്മറി, ഇപ്പം ഇന്നിപ്പം കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഇപ്പം നമുക്ക് ഹ്യൂമൻ മെമ്മറിയുടെ അത്ര ബില്യൺ ട്രില്യൺ ആയിട്ട് പോയി കഴിഞ്ഞു. അപ്പം വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ദാറ്റ്. ബട്ട് അത് വന്നാല് അത് കാരണം അന്നത്തെ ഒരു സമയത്ത് മനുഷ്യന്റെ തിങ്കിങ്ങിനെ പറഞ്ഞോളൂ. ബട്ട് ദാറ്റ് ഹാസ് ഇവോൾവ്ഡ്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇന്ന് നിൽക്കുമ്പോൾ നാളെ ഇതേ കണക്ക് നമ്മളെ കണക്ക് ഒരു 100 വർഷം കഴിഞ്ഞിരിക്കുന്ന രണ്ടുപേരും ഇത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ആയിരിക്കില്ല, അന്ന് വേറൊരു ലെവലിലായിരിക്കും. കാരണം അന്ന് ചിലപ്പം ഈ പറയുന്ന നമ്മൾ പറഞ്ഞ പെർസെപ്ഷൻ പോസിബിൾ ആണോ എന്ന് നമ്മൾ പറഞ്ഞത് നാളെ മെഷീനിന് പോസിബിൾ ആയിരിക്കും. ആ ഇമോഷൻസും ഫീലിങ്ങും പ്ലഷേഴ്സും പെയിനും നാളെ മെഷീനിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ലെവലാണ് പറയുന്നത്, ഇന്ന് ഇവര് ഈ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ആണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന ആ ഇന്ന് ട്രില്യൺ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം അത് മാറിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പം ഇത് പറയുമ്പോൾ തന്നെ ഒന്ന് ഇപ്പൊ ബർഗ്സന്റെ നമ്മളിപ്പോ ഈ കോട്ട് ചെയ്ത് തന്നെ, there is the responsibility then for deciding if they want merely to leave or intend to make just the extra effort required for fulfilling even on their refractory planet the essential function of the universe, which is machine for the making of God. Does it not put it to you that the science is going to evolve to a godly metaphysical plane? ആ ഒരു പോയിന്റ് എന്റെ ഇതിനകത്തില്ലായിരുന്നു, അതൊന്നുകൂടെ വായിച്ചേ. ഇത് സാമാന്യമായി വായിച്ചത് തന്നെയാ, മുമ്പേ വായിച്ചത് വായിച്ചത്. ഇതിപ്പോ നമ്മള് അമ്മ ഓൾറെഡി വായിച്ച ഭാഗം തന്നെ നമ്മൾ വായിച്ചത്. ദിസ് ദ റെസ്പോൺസിബിലിറ്റി ബർഗ്സൺ പറഞ്ഞതാണ്. അത് എന്താ പറയുന്നത്, ഇസ് ഇറ്റ് നോട്ട് പോയിന്റ് ഔട്ട് ദ ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഓഫ് സയൻസ് ഈവൻ ടു ട്രാൻസെൻഡ് ഓർ റീച്ച് ദ മെറ്റാഫിസിക്കൽ പ്ലെയിൻ? അപ്പം നമ്മള് ഈ പറയുന്ന ലിമിറ്റേഷൻസ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ലെവൽ ഓഫ് നോളജ് വെച്ചിട്ടാണ്. ടുമോറോ നമുക്ക് നാളെ തന്നെ യു വുഡ് ഹാവ് റോബോട്ട്സ് ഏബിൾ ടു പെർസീവ് സെക്ഷൽ പ്ലഷേഴ്സ് ഓർ ഗീവ് ദാറ്റ്. ആ ലെവലിലേക്ക് നാളെ പോകാൻ പറ്റും. അപ്പം നമുക്ക് പെർസെപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത്
നാളെ പോസിബിൾ ആവാം. ഇനി അല്ല, ഇപ്പൊ പറ്റില്ല എന്ന് പറയണ്ട, അത് പറ്റുന്നത് ഉണ്ട്. ചിലത് കാണും ഉണ്ട്. There's a responsibility then for deciding if they want merely to live or intend to make just the extra effort required for fulfilling even on their respiratory planet the essential function of the universe. എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിലോട്ട് പോവുക. അതായത് നോട്ട് ഓൺലി സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ളത് മാത്രമല്ല, ഒരു ബ്രോഡർ ഒരു പെർസെപ്ഷനിൽ ഉണ്ടാക്കാൻ പിന്നെ മാനിനും മെഷീനും ഒരു റെസ്പോൺസിബിലിറ്റി. ഈ ക്വസ്റ്റ്യൻസ് ഇടുവാണ്. ദാറ്റ് ഈസ് ടു അസ്. എത്ര നാളെ നമുക്ക് ഡിഫറൻസിയേഷൻ പോസിബിൾ ആണ്, ഒരേ ലെവലിൽ നമുക്ക് പോസിബിൾ ആണോ? ഇത് അടുത്ത പാരഗ്രാഫ് വരുമ്പോഴത്തേക്ക് അത് വളരെ ഒരു തിൻ പ്യുവർ ആൻഡ് വെർട്ടിക്കൽ ലൈനിലേക്ക് പോവാണ്. അതിനെയാണ് അദ്ദേഹം പറയുന്നത് Ryan's thread by which mythological conception ആണ് അത് പറയുന്നത്. Bring man and machine together in the same context, a counterpart in a schematic or mathematical understood sense without an implied dualism between mind and matter. Dualism ഇല്ലാതെ, schematically mind and matter ഇല്ലാതെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് what we are trying to do. Now let us turn our attention for a while to what experts in cybernetics themselves claim about its excellences. What we have to keep in mind when doing this is that there is between these two counterparts. അതാണ് ശ്രദ്ധിച്ചോളൂ. A thin, pure and vertical line called a logical parameter or themselves more mythologically referred to as Ryan's thread. So what does it mean? By which she successfully guided a lover thesis to a complex labyrinth full of danger at every step. This is a pure vertical axis, which it is our object to reveal and clarify here in all its implications. Appo that is what he is trying to trade. ഇതാണ് നമ്മൾ വന്ന പോയിന്റ്. So he is saying ഈ രണ്ട് കൗണ്ടർ പോയിന്റ്സിന് വ്യത്യാസമില്ലെന്ന് സയന്റിസ്റ്റ് പറയുമ്പോൾ, is it not there a thin pure vertical line called as Ryan's thread? അതെന്താണ്? This the implications we are trying to reveal here. Is it not so? What he is trying to say? Yes. അതങ്ങോട്ട് അങ്ങനെയാ വരുന്നത്. Coming to this thermodynamics-ലേക്ക് വരുവാണ്. എൻട്രോപ്പി കോൺസെപ്റ്റില് നമുക്കൊന്ന് അത് എൻട്രോപ്പി, നെഗറ്റീവ് എൻട്രോപ്പി, നെഗൻട്രോപ്പി എൻട്രോപ്പി എക്സ്റ്റെന്റ് ഓഫ് ഡിസോർഡർ ഡിസോർഡർ ആണത്. ഡിസോർഡർ ആണ്. എൻട്രോപ്പി എന്ന് പറയുന്നത് ഇസ് ദ അമൗണ്ട് ഓഫ് ഡിസോർഡർ ഇൻ എനി സിസ്റ്റം. അത് പിന്നെ ഫിസിക്കൽ സിസ്റ്റംസ്, കെമിസ്ട്രിയിലാണെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന ആ കെമിക്കൽ റിയാക്ഷൻസിനകത്ത് എക്സ്റ്റെന്റ് ഓഫ് ഡിസോർഡർ ആയിരിക്കാം. പക്ഷെ ഞാൻ I was reading through, I read somewhere, in a system the extent or the quantity of entropy remains unchanged. അങ്ങനെ ഞാൻ അവിടെ വായിച്ചു. അപ്പൊ എനിക്ക് അത് in a system is at equilibrium, no problem. If it is not in equilibrium and it is moving in either direction, then there is some physical changes in it or some chemical changes in it, and thereby it's moving from an initial state to a final state. Then some reactants, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് കിട്ടുന്നു. അപ്പോൾ കിട്ടുമ്പോൾ കൂടുതൽ ഗേഷ്യസ് മോളിക്യൂൾസ് ഉണ്ടായിട്ട് അത് പൊന്തി വരുമ്പം അത് രക്ഷപ്പെടാതെ അവിടെ തന്നെ കിടന്നാൽ ഗേഷ്യസ് മോളിക്യൂൾസിന് ചലനം കൂടിയിട്ട് അവിടെ ഒരു എക്സ്റ്റെന്റ് ഓഫ് ഡിസോർഡർ പോലെ വരും. ഫിസിക്സിൽ ആ ഒരു ലെവൽ, ഫിസിക്സിന്റെ ആ ഹീറ്റ് കണ്ടന്റ് ആണ് ഇതിനകത്ത് മുഖ്യമായിട്ട് ആ ഡിസോർഡർ ഒക്കെ വരുത്തുന്നത്. അപ്പം തെർമോഡൈനമിക് നോഷൻ ഓഫ് എൻട്രോപ്പി that refers more directly to disorder. എഴുതിയിട്ടുണ്ട്. Then to order in the universe. മനസ്സിലായോ? അതുണ്ട്. അത് കറക്റ്റ്.
അപ്പോൾ ഇപ്പൊ നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പറയാം, if some two substances react and give you two products, of which one is a gas, if the reaction goes to completion, the gas is allowed to escape. The amount of gaseous molecules that escape into the atmosphere and it is moving about a disorder കൂട്ടും. പക്ഷെ ഇത് എസ്കേപ്പ് ചെയ്യാതെ ഇതിനകത്ത് തന്നെ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ച് ഗേഷ്യസ് മോളിക്യൂൾ വെച്ചിട്ട് കൃത്രിമമായിട്ട് റിയാക്ഷൻ റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ നമ്മൾ നടത്തിയാൽ റിയാക്ഷനിൽ ഡിസോർഡർ അത്രയും ഉണ്ടാവത്തില്ല. സ്പോണ്ടേനിയസ് അവസ്ഥയിൽ വരുമ്പോൾ അത് കൺട്രോൾഡ് ആകുമ്പം ഡിസോർഡർ ഉണ്ടാവില്ല. അപ്പോൾ you will get a neutral, come to a neutral zone. Pardon? You will reach a neutral zone. The negative process. The negative process from the gaseous to the അത് നേരെ എതിർ ദിശയിൽ പോയാൽ ഒട്ടും ആ ഗ്യാസ് കിട്ടാതെ തിരിച്ച് ആ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ റിയാക്ടന്റ് സ്റ്റേറ്റിലോട്ട് അങ്ങോട്ട് റിവേഴ്സ് നെഗേഷൻ ഉണ്ടാവും. സോ അതാണ് നെഗട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി ആൻഡ് നെഗൻട്രോപ്പി. അപ്പോൾ തെർമോഡൈനാമിക്സ് നോഷൻ ഓഫ് എൻട്രോപ്പി. അപ്പോൾ ഇപ്പോൾ ഡിസോർഡർ ആണ്. ഇറ്റ്സ് ദ എക്സ്റ്റെന്റ് ഓഫ് ഡിസോർഡർ. സോ what has to be done? Disorder കുറച്ചിട്ട് ഓർഡർ വരുത്തണമെങ്കിൽ it can be created only by living intelligence, മാനിൻ്റെയോ ആനിമലിൻ്റെ ആയാൽ. Then even the മെഷീനിൻ്റെയും same essentially as that of animals in the matter of creating order and disorder. ആ മെഷീനും ഉള്ളൊരു ഇൻ്റലിജൻസ് അത് അങ്ങനെ വരുത്താം. ആൻഡ് it is therefore that some thinkers have employed the notion of negentropy, which is opposite in effect to that of entropy in physics. Entropy and negentropy treated together refer to one and the same thin and pure vertical axis or logical parameter. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ആ ഹോറിസോണ്ടൽ ലൈനിൽ എന്തോ ഉണ്ട്, എൻട്രോപ്പിയും ഡിസോർഡറുമുണ്ട്, നോ ഡിസോർഡർ കണ്ടീഷനുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ പിന്നെ കോംപ്ലിമെന്റ് ഈച്ച് അതർ, എന്നിട്ട് ദേ ഷുഡ് സപ്പോർട്ട് ഈച്ച് അതർ. അങ്ങനെ ആ ഒരു ലെവലിൽ വരണമെങ്കിൽ എന്തോ ഉണ്ടാവണം, ദാറ്റ് ആ ഇന്റലിജൻസ് അവിടെ ഉണ്ടായിട്ട് എങ്ങനെ നമ്മൾ തന്നെ അത് ആ ഒരു ലെവലിൽ നിന്ന് എങ്ങനെയാണ് ഈ രണ്ടെണ്ണത്തിനെയും അടുപ്പിച്ച് സൈഡ് ബൈ സൈഡ് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ആ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും ഇതിനെ അപ്രോച്ച് ചെയ്ത് കണ്ടാലേ ഉള്ളൂ നമുക്കത് സൈഡ് ബൈ സൈഡ് പിന്നെ എന്താ പറയാ, യു ക്യാൻ കീപ് ഇറ്റ് ടു കോൺട്രഡിക്ടറി ഡയലക്റ്റിക് തിങ്സ് പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു കോമൺ ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ദിസ് ഈസ് ഓൾസോ ഡയലക്റ്റിക്കൽ എന്ന് വിചാരിക്കാം. ഓർഡർ ഉള്ളിടത്തും മറ്റേത് ഓർഡർ ഇല്ലാത്തതും. യെസ്, ഡിസോർഡർ ഉള്ളിടോ ഡിസോർഡർ ഇല്ലാത്തടോ. അപ്പോൾ ഇത് രണ്ടും if it has to come to common ground, then this has to be done. Dialectical motion or dialectical thinking ഒക്കെ വന്ന് അതിനെ ഈ ഒരു ഇടയ്ക്ക് ഈ ഒരു കണ്ടീഷൻ ഈ നടുക്കുള്ള ആ റീജിയനിൽ അല്ല നടുക്കെന്നല്ല, get it into that that part where these two come and approach close together. So employed the negentropy, which is opposite in effect to that of entropy. Entropy and negentropy treated together refer to one and the same thin and pure vertical axis or logical parameter. നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞ ലോജിക്കൽ പാരാമീറ്റർ. We can imagine that അല്ലെങ്കിൽ this area thin thread, we can imagine a thin thread as passing from the അവിടെ ഉണ്ട് 0 point towards which all entropy of the universe reaches. 0 point നമ്മൾ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ടല്ലോ. 0 point ഒമേഗ പോയിന്റ് അല്ലേ? ഒമേഗ പോയിന്റ് അതിനെ കുറിച്ചാണ് ഒമേഗ പോയിന്റും ആൽഫ പോയിന്റും വരുന്നതും പിന്നെ ലോഗോസും ഇതെല്ലാം പറയുന്നുണ്ട്. ദാറ്റ് വിൽ ഗോ നെക്സ്റ്റ് ഡേ. ഇച്ചിരി ഒന്ന് നമുക്ക് നാളത്തേക്ക് വെച്ചേക്കാം. അതെ അല്ലേ? നമുക്ക്
we bow humbly bow and surrender ourselves to the all and ever pervading effulgence of the Absolute. Love, bliss. Hari Om.